നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. സമരം ഘടിപ്പിച്ച് ആശാമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ച് പ്രതിഷേധം. അനിശ്ചിതകാല നിരാഹാര സമരം 12 ദിവസം. 3ാം ഘട്ട സമരത്തിന് പിന്തുണയുമായി രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ. റീ എഡിറ്റർ എമ്പുരാൻ ഇന്നു മുതൽ തിയേറ്ററുകളിൽ. ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗമടക്കം 3 മിനിറ്റ് വെട്ടിമാറ്റി. വില്ലന്റെ പേരും മാറ്റിയെന്ന സൂചന. പൃഥ്വിരാജിനെതിരെ വീണ്ടും RSS മുഖപത്രം. പൃഥ്വിരാജ് ദേശവിരുദ്ധരുടെ ശബ്ദമെന്ന് ഓർഗനൈസർ. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ കേരള MP-മാർ അനുകൂലിക്കണമെന്ന KCBC നിലപാട് സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. മുനമ്പം പ്രശ്നം പരിഹരിക്കേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമെന്ന് കേന്ദ്രമന്ത്രി. മതനിരപേക്ഷ മനസ്സുള്ള എല്ലാവരും ബില്ലിനെ എതിർക്കണമെന്ന് പാളയം ഇമാം. വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികളെന്നും VP സുഹൈബ് മൗലവി. വ്രതശുദ്ധിയുടെ നിറവിൽ സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പങ്കുവെച്ച് വിശ്വാസികൾ. ഈദ്ഗാഹുകളിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയും സന്ദേശവും. ലഹരി വിരുദ്ധ പ്രചരണങ്ങളെ ഇസ്ലാമിക സമൂഹം പിന്തുണയ്ക്കണമെന്ന് പാളയം ഇമാം. തിരുവനന്തപുരം വർക്കലയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് റിക്കവറി വാൻ ഇടിച്ചു കയറി അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. മരിച്ചത് ഉത്സവം കണ്ടു മടങ്ങിയ പേരേറ്റിൽ സ്വദേശി രോഹിണി, മകൾ അഖില എന്നിവർ. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. രാജ്യത്ത് നാളെ മുതൽ നികുതി ഘടനയിൽ നിർണായക മാറ്റങ്ങൾ. പ്രതിവർഷം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ ആദായ നികുതി അടയ്ക്കേണ്ടതില്ല. ഏകീകൃത പെൻഷൻ പദ്ധതിയും നാളെ മുതൽ. ബാങ്ക് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് നയത്തിലും മാറ്റം വരും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മുന്നറിയിപ്പുമായി അമേരിക്ക. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാനാകാത്തത് റഷ്യയുടെ മാത്രം തെറ്റാണെന്നും അമേരിക്കൻ പ്രസിഡന്റ്. മ്യാൻമർ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 1700 കടന്നു. 3500ഓളം പേർക്ക് പരിക്ക്. റോഡുകളും പാലങ്ങളും തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി. രക്ഷാപ്രവർത്തനത്തിനിടെ തുടർ ചലനങ്ങൾ ഉണ്ടായെന്ന് റിപ്പോർട്ട്.